ഗുഡ് മോർണിംഗ്. ക്രേസ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസേ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ, അതായത് ഒരു ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ഒരാളുടെ വീഡിയോ ആണ്. അപ്പോൾ ഒരു സാധാരണ ഒരു ചായക്കട പരിചയപ്പെടുത്തുകയുണ്ടായി. എപ്പോഴും നാട്ടിൻപുറങ്ങളിലെ സാധാരണ പ്രത്യേകിച്ച് പ്രായം ചെന്നിട്ടുള്ള അച്ഛൻ അമ്മ അവരൊക്കെ ചെയ്യുന്ന ചെറിയ തരത്തിലുള്ള ഹോട്ടലുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ വളരെ രസകരം നമുക്കത് കണ്ടുകൊണ്ടിരിക്കാം അല്ലേ. പക്ഷെ എല്ലാം എനിക്ക് തോന്നുന്നു പാലക്കാട് അടുത്ത് കൊല്ലങ്കോട് ആ ഒരു സ്ഥലത്തൊക്കെ ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു അച്ഛൻ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ബ്ലോഗിലാണ്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറയുന്നതാണ്, ആ ഒരു ചായക്കടയിൽ നിന്ന് തന്നെ കിട്ടിയ വരുമാനം അത് ഉപയോഗിച്ച് 3 പെൺകുട്ടികളാണ് ഒരാളെ പഠിപ്പിച്ച്, ആളിപ്പോൾ കാനറ ബാങ്കിൽ ജീവനക്കാരിയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ മകളും നല്ല രീതിയിൽ ഒരു ജോലി ചെയ്തതാവുന്നു. മൂന്നാമത്തെ മോളെ MBBS പഠിപ്പിക്കാനായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് അദ്ദേഹം സേവ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിറവേറ്റുകയും കട വളരെ വലുതായിട്ട് അങ്ങനെ വിപുലീകരിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന നല്ല രീതിയിൽ കഴിയുന്നു. ചുരുക്കം പറഞ്ഞാൽ ആള് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വെച്ചാൽ 100% സാറ്റിസ്ഫൈഡ് ആണെന്ന് മാത്രമല്ല, 1 രൂപ പോലും കടമില്ല, ലോൺ ഒന്നും തന്നെ ഇല്ല. അപ്പൊ കിട്ടുന്നത് മതി ആൾക്ക്. അതുകൊണ്ട് 3 പെൺമക്കളെയും നല്ല രീതിയിൽ പഠിപ്പിച്ച് ഇപ്പം ആദ്യത്തെ 2 പെൺകുട്ടികൾക്കും ജോലിയായി. അവര് അച്ഛനെ സഹായിക്കുകയാണ്. അച്ഛന്റെ അക്കൗണ്ടിലേക്ക് പണം കൊടുത്തിട്ട് അച്ഛനോട് അത് എടുത്തോളാൻ പറഞ്ഞിട്ട് പോലും ഒരാവശ്യം വരട്ടെ അപ്പോൾ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് മാത്രം ജീവിക്കുന്ന ആ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഇതാണ് ക്വാളിറ്റി ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുന്ന പദമാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫും ക്വാളിറ്റി ഓഫ് ലൈഫും. പക്ഷെ രണ്ടാമത് പറഞ്ഞത് അത്ര ആർക്കും ഫെമിലിയർ അല്ലാത്ത ഒരു ടേമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫും ക്വാളിറ്റി ഓഫ് ലൈഫും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇപ്പോൾ ഉള്ള ഒരു യങ്ങർ ജനറേഷനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവിത നിലവാരം. രണ്ടും ക്വാളിറ്റി ഓഫ് ലൈഫും മലയാളത്തിൽ പറയുമ്പോൾ ജീവിത നിലവാരം തന്നെയാണ്. അപ്പൊ ആദ്യം പറഞ്ഞ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മളൊരു വ്യക്തിയുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെയും, അതായത് ഭൗതികപരമായിട്ടുള്ള എല്ലാ വസ്തുതകളും, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്ന് വേണ്ട ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളെയെല്ലാം എത്രത്തോളം അത് നേടിയെടുക്കുന്നു എന്നുള്ളതിനെ അളക്കുന്ന ഒരു പദമാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിത നിലവാരം എങ്ങനെ അളക്കാം? ആ വ്യക്തിയുടെ വരുമാനത്തെ ആശ്രയിച്ച്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ആണ് എങ്കിൽ ആ ഒരു സാമ്പത്തിക വളർച്ചയെ നമ്മൾ മെഷർ ചെയ്യുന്ന GDP അല്ലെ. അതേപോലെ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലുള്ള ഒരു കൂട്ടം വ്യക്തികള് എപ്രകാരം അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നു, എത്രത്തോളം അവരുടെ ആവശ്യങ്ങൾ അവർ നിറവേറ്റിയെടുക്കപ്പെടുന്നു എന്നതിനെ അളക്കുന്ന ഒരു അളവുകോലായിട്ടാണ് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 10,000 രൂപ സാലറി ഉള്ള ഒരാളും 50,000 രൂപ സാലറി ഉള്ള ഒരാളുടെയും ജീവിത നിലവാരം തീർച്ചയായും വ്യത്യസ്തമാണ്. വരുമാനം കൂടുന്തോറും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യപ്പെടും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിൽ ഇല്ലാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത്. അതായത് സാലറി ഉണ്ട്, പക്ഷെ ആ സാലറിക്ക് അനുസരിച്ചാണോ അവർ ജീവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് അല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. എല്ലാവരുടെയും അല്ലാട്ടോ, പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും. 10,000 രൂപ സാലറി ഉള്ള ഒരാളെ സംബന്ധിച്ച് പോലും ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലോ ഫേസ്ബുക്കിലോ എല്ലായിടത്തും ഇപ്പൊ കാണുന്ന ഒരു സ്ഥിരമായിട്ട് കാണുന്ന ഒരു പരസ്യം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു കാര്യമാണ്, സിബിൽ സ്കോർ പ്രശ്നമല്ല, വളരെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റില് 72 മാസങ്ങളും അതിൽ കൂടുതലും തവണകളായിട്ട് അടച്ചാൽ മാത്രം മതി. മന്ത്ലി ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 5 ലക്ഷത്തി സംതിങ് ഒക്കെ ലോണിന്
1800 അല്ലെങ്കിൽ 2000 രൂപയോളം ഒക്കെ മാത്രമാണ് മന്ത്ലി അടവ് വരുന്നത്. 7 ലക്ഷത്തി സംതിങ് ആണെങ്കിൽ പോലും കുറച്ചുകൂടി കൂടുതലായിട്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു 10,000 രൂപ സാലറി ഉള്ള ഒരാൾ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലെ. ഒരു 5 ലക്ഷത്തി സംതിങ് ലോൺ എടുത്താൽ എന്താ കുഴപ്പം? 72 മാസങ്ങൾ കൊണ്ട് അടച്ചാൽ മതി, ഇത്രേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഈ രീതിയിലേക്ക് പോകുന്നു. ഇനി ഈ രീതിയിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ 5 ലാക്ക് സംതിങ് കിട്ടിക്കഴിഞ്ഞാൽ ആള് വിചാരിക്കുന്ന ഇപ്പൊ ആൾക്കൊരു ബൈക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക, ഒരു സ്കൂട്ടർ ഉണ്ട്. ഒരു കാർ എടുത്താലോ, ഈ പറയുന്ന 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി EMI ആയിട്ട് കാറിന് ലോണായിട്ട് എടുത്ത് അതങ്ങ് കൊടുക്കാം. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ബാക്കി പിന്നെ ക്രെഡിറ്റ് കാർഡും യൂസ് ചെയ്തൊക്കെ ആളുടെ ലൈഫ് അങ്ങ് പോകും. 10,000 രൂപ എന്ന് പറയുന്നത് EMI അടയ്ക്കാനും ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് പേ ചെയ്യാനും മാത്രമായിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഒതുങ്ങും. അങ്ങനെ വരുമ്പോൾ പുറമേ നിന്ന് നോക്കുന്ന ഒരാള് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് ഔട്ട്സൈഡേഴ്സ് ആണ്, ഒരിക്കലും അവരവരല്ല. പുറമേ നിന്നുള്ള ഒരാളാണ് അയാളെ ജഡ്ജ് ചെയ്യുന്നത്. ഓ, ആ വ്യക്തിക്ക് അപ്പൊ അത്രയും ഇൻകം ഉണ്ട്, നോക്കിക്ക് ആ വ്യക്തി ജീവിക്കുന്നത്, ബൈക്ക് ഉണ്ട്, കാറുണ്ട്, ടിപ് ടോപ്പ് ആയിട്ട് നടക്കുന്നു. ഓക്കെ, പെട്രോൾ പമ്പിൽ പോയാലും ക്രെഡിറ്റ് കാർഡ് കാണിച്ചുകൊണ്ട് പെട്രോൾ അടിക്കുന്നു. ഈ എങ്ങനെ പോയാലും അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫ്. പക്ഷെ ആ വ്യക്തിക്ക് മാത്രം അറിയാം എത്ര രാത്രി ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ച് ഇനി അടുത്ത മാസം, അതായത് ആ സാലറി കിട്ടുന്ന ഫസ്റ്റ് ഡേ കൊണ്ട് തന്നെ സാലറി കംപ്ലീറ്റ് തീരുന്ന ഒരവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു ക്രെഡിറ്റ് കാർഡ് മാത്രം കാണും നമ്മുടെ കയ്യിൽ പിന്നെ അങ്ങോട്ട് മുമ്പോട്ടുള്ള ജീവിതത്തിൽ അല്ലെ. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സന്തോഷം, സമാധാനം ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഭൗതികപരമായിട്ടുള്ള വസ്തുക്കളൊക്കെ നേടിയെടുക്കപ്പെടുന്നുണ്ടാകും. എന്നാൽ നമ്മൾ ഇനിയുള്ള യങ്ങർ ജനറേഷൻ പഠിക്കേണ്ട ഒരു കാര്യം ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെയാണ്. ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ആരാണ് ഇവിടെ ജഡ്ജ് ചെയ്യുന്നത്? ഇതാരാ മനസ്സിലാക്കേണ്ടത്? ഇതാരാ അളക്കുന്നത് എന്ന് ചോദിച്ചാൽ അവനവൻ തന്നെയാണ് എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. നമ്മുടെ സന്തോഷവും സമാധാനവും, ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽ ബീയിങ് ആണ്. എത്രത്തോളം ഇമോഷണലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഒരു ഹെൽത്തി ആയിട്ടിരിക്കുന്നു, എത്രത്തോളം ഒരു സാറ്റിസ്ഫാക്ഷൻ അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടുന്നു, അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് എത്രത്തോളം ആ വ്യക്തി ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നതിനെ അളക്കുന്ന ഒരു അളവുകോലാണ് ഈ പറയുന്ന ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതിനെ അളക്കുന്ന ആ ഒരു ക്രൈറ്റീരിയൻ അല്ലെങ്കിൽ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ്. ഇവിടെ വരുമാനം ഒന്നും വെച്ചുകൊണ്ടല്ല. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുമ്പോൾ അതിനെ മെഷർ ചെയ്യുന്ന വരുമാനം കൊണ്ടാണെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിന് മൂല്യം കൊടുക്കുന്നു, നമ്മുടെ കൾച്ചർ, നമ്മുടെ വാല്യൂ, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് ക്വാളിറ്റി ഓഫ് ലൈഫിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നോക്കി കാണുന്നത്, അതായത് ഒരു ലൈഫിനെ കുറിച്ചുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്താണ് ജീവിതത്തിന്റെ ആ ഒരു ലക്ഷ്യം, ഇതിനെക്കുറിച്ചൊക്കെ വെൽ അവെയർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഒക്കെ എല്ലാവർക്കും സാധ്യമാകുന്ന ഒരു കാര്യമാണ് വരുമാനം ഉണ്ടെങ്കിൽ. വരുമാനം ഇല്ലെങ്കിൽ പോലും എക്സ്ട്രാ വരുമാനം കിട്ടിയാൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ജീവിക്കാനുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ക്വാളിറ്റി ഓഫ് ലൈഫ് അതല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്വാളിറ്റി ഓഫ് ലൈഫിനെ നിർണ്ണയിക്കുന്ന ഈ ഘടകങ്ങൾ മനസ്സിലാക്കിയാൽ അതിലൊന്നാം സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നിർണ്ണയിക്കപ്പെടുന്ന ഒരു പ്രധാന ഘടകമാണ് ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ് എന്ന് പറയുന്നത്. ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ഒരു ഗ്രോത്ത് എത്രത്തോളം ഒരു വ്യക്തിക്കുണ്ട്. ഫിസിക്കലി വെൽബീയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിയായ രീതിയിലുള്ള നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യകരമായിട്ടുള്ള, അതായത് നമ്മുടെ ഹെൽത്ത് കെയർ ഒക്കെ നോക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വ്യായാമം ചെയ്യുക, നല്ല ഉറക്കം, ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ്ങിനെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. മെന്റൽ വെൽബീയിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്.
ഒരു കാര്യം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു ഇന്നർ ഏർജ്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ എത്രത്തോളം ഒരു പ്രേരണ വരുന്നുണ്ട്, ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് വേണ്ടത് തന്നെയാണോ. ഫർണിച്ചർ ഐറ്റം ഒക്കെ ആണെങ്കിൽ പോലും 1-2 വർഷം കൂടുമ്പോൾ നമ്മൾ വാങ്ങേണ്ട ആവശ്യകതയൊന്നുമില്ല അല്ലെ. ഒരു കബോർഡ് ഉണ്ട് അല്ലെങ്കിൽ 2 കബോർഡ് ഉണ്ട്, ഇനിയും എക്സ്ട്രാ നമ്മളത് പർച്ചേസ് ചെയ്യണോ എന്നുള്ളതൊക്കെ. അപ്പൊ ഓരോന്നും നമ്മൾ പ്രൊഡക്റ്റീവ് ആവുക, അതായത് ഇൻകം ഏൺ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഏൺ ചെയ്യുന്ന ഇൻകത്തെ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് വിനിയോഗിക്കാം, ഒരു 10% എങ്കിലും നമുക്ക് അതിനകത്ത് സേവ് ചെയ്തുകൊണ്ട് ആവശ്യങ്ങളെ ഭംഗിയായിട്ട് നിറവേറ്റുന്നതിലൂടെ ആ വ്യക്തിക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം കിട്ടും. എന്നാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടന്നു എന്ന് ചോദിച്ചാൽ നടന്നു, സേവിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ലോണും കടങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അല്ലെങ്കിൽ ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഭംഗിയായിട്ട് അത് നിറവേറ്റാനുള്ള പണവും അതിനോടൊപ്പം മിച്ചം പിടിക്കാനുള്ള ഒരു കഴിവും ആ വ്യക്തിക്ക് ഉണ്ട്. എന്നാൽ ലോകം പായുന്നതിന്റെ പിന്നാലെ മറ്റുള്ളവർ പോകുന്ന പോലെ തന്നെ പോകണം എന്നുള്ള ഒരു വാശിയും നിർബന്ധ ബുദ്ധിയും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉണ്ടാവില്ല. കാരണം വ്യക്തമായിട്ട് അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, ജീവിതത്തെക്കുറിച്ച് കൃത്യമായൊരു പ്ലാൻ അവർക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ജീവിതത്തിന്റെ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ ആണ്, ഇതൊന്ന് ചിന്തിപ്പിക്കാനും അതേസമയം ഒന്ന് കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലേ, നമുക്ക് കുറെ വരുമാനം ഉണ്ട്, അല്ലെങ്കിൽ ആ വരുമാനത്തെ എങ്ങനെ വിനിയോഗിക്കണം എന്നറിയില്ലാതെ നമ്മളൊക്കെ കേട്ടിരിക്കുന്ന ഒരു വാക്ക് ജീവിത നിലവാരം എന്നുള്ളത് മാത്രമാണ്. ആ ജീവിത നിലവാരം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള മത്സര പാച്ചിലാണ് എല്ലാ ആളുകളും. പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ലൈഫിൽ ഹാപ്പി ആണോ മക്കളെ? ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ഇപ്പോൾ ഉള്ള ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് സേഫ് ആണോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാവരുടെയും കാര്യമല്ല, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, കുറച്ച് വിഭാഗമെങ്കിലും. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഒരു വീട്ടില് 4 പേരുണ്ടെന്ന് വിചാരിച്ചു. രാവിലെ ഒരാൾ സൈക്കിൾ എടുത്തിട്ട് പോകും, ഒരാൾ ബൈക്ക് എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ കാർ എടുത്തിട്ടായിരിക്കും ഓഫീസിലേക്ക് പോകുന്നത്. ഒരേ ഒരാൾക്ക് വേണ്ടി ചിലപ്പോൾ 10 കിലോമീറ്റർ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഡിസ്റ്റൻസിലൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കായിരിക്കും ഈ വ്യക്തി കാറും കൊണ്ട് പോകുന്നത്. ഇങ്ങനെ നമ്മുടെ ഈ ഒരു റോഡിൽ രാവിലത്തെ ട്രാഫിക് ബ്ലോക്ക്, പൊല്യൂഷൻ അല്ലെ, എയർ പൊല്യൂഷൻ ഒക്കെ ഇതൊരു കാരണമാണ്. അപ്പൊ നമ്മള് ചോയ്സ് എന്ന് പറയുന്നത് ഉണ്ട് അവിടെ, ഫ്രീഡം. അപ്പൊ ഫ്രീഡം ടു മേക്ക് ചോയ്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ യുക്തിപരമായ ചിന്തയിൽ നമുക്ക് വരുന്നതാണ്. ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ഒരാൾക്ക് അവിടെ ചോയ്സ്, ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. എന്തിനും ഓൾട്ടർനേറ്റീവ് ഉണ്ട്. നമുക്ക് നടന്നു പോണോ, ബൈക്കിൽ പോണോ, കാറിൽ പോണോ, തീർച്ചയായും ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ദൂരമേ ഉള്ളൂ, അപ്പൊ അതിപ്പോ കാറിൽ പോയിട്ട് ഇത്രയും പെട്രോളും കത്തിച്ച് കളഞ്ഞ് ഇങ്ങനെ ഒരു പൊല്യൂഷൻ വരുത്തി വെക്കേണ്ട ആവശ്യകതയൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബസ്സിൽ യാത്ര പോകാം അല്ലെ, അല്ലെങ്കിൽ ഈ പറയുന്ന 2-3 ആളുകൾ കൂടി ഷെയർ ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്ക് കാറിൽ യാത്ര ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഓരോ ചോയ്സ് ആണ്. ഇതൊക്കെ നമ്മൾ യുക്തിപൂർവ്വം നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു വീഡിയോ ആയിരുന്നു, മറ്റൊന്നും അല്ല. നമ്മൾ അധികം കേൾക്കാത്തൊരു ടോപ്പിക് ആണെന്ന് തോന്നി, അതുകൊണ്ട് നിങ്ങളെ ഒന്ന് ജസ്റ്റ് അറിയിക്കണം എന്ന് തോന്നി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്